വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ ലോകത്തിലുള്ള ശക്തന്മാരായ ദൈവദാസന്മാർ ഇന്നേക്ക് 60 വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ശക്തമായ നിലവാരത്തിൽ അവർ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, ഒരു ഉണർവ് ലോകത്തിലുണ്ടാകണം, ആ ഉണർവിനെ അയക്കണമേ എന്ന് അവർ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൽ അന്നുണ്ടായിരുന്നതിൽ യൗവനക്കാരനായിരിക്കുന്ന ഒരു ശക്തനായ പ്രോഫറ്റ് അല്ലെ പ്രവാചകൻ എഴുന്നേറ്റു. താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വലിയൊരു ഉണർവ് കാണുന്നു, ആ ഉണർവ് ആഫ്രിക്കയിൽ നിന്നും ഉരുവാകുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മറ്റുള്ള എല്ലാ ദൈവദാസന്മാർക്കും വളരെയധികം അതിശയോക്തിയും പുച്ഛവുമായിട്ട് തോന്നി. കാരണം വേറൊന്നും കൊണ്ടല്ല, ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നരഭോജികളെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. വെള്ളക്കാരെ കണ്ടാൽ അവരെ അന്ന് കൊന്നു തിന്നുന്ന ഒരു കാലഘട്ടം. അത്രമാത്രം നികൃഷ്ട മനുഷ്യനുണ്ടായിരുന്ന ആഫ്രിക്കയിൽ ഉണർവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ചിന്തയായി. പക്ഷെ ദൈവത്തിന്റെ വാക്കിനും ദൈവശബ്ദത്തിനും അവർ കീഴ്പ്പെട്ടിരുന്ന വീണ്ടും പ്രാർത്ഥിച്ചു. ആ കാലഘട്ടത്തിൽ ശക്തനായ ഒരു ദൈവദാസനെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. അത് മറ്റാരുമല്ല, റെയ്നാർഡ് ബോങ്കെ. ആഫ്രിക്കയുടെ ഉണർവിനായി ദൈവം ശക്തമായി ഉപയോഗിച്ചൊരു മനുഷ്യനാണ് റെയ്നാർഡ് ബോങ്കെ. 2% മാത്രം ഉണ്ടായിരുന്ന ആഫ്രിക്കയിൽ ആ ഉണർവിൽ കൂടി ദൈവം 70%-ലധികം വിശ്വാസികളെ ഒഴിവാക്കാനിടയായി. ഇന്ന് ആഫ്രിക്കയിൽ 70%-ഓളം ക്രിസ്ത്യാനികൾ. കാരണം റെയ്നാർഡ് ബോങ്കയെ അത്രമാത്രം ശക്തമായി ദൈവം ഉപയോഗിച്ചു. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു, ഇതേ ദൈവദാസന്മാർ വീണ്ടും ഒരുമിച്ച് കൂടി, ദൈവമേ, അടുത്ത ഉണർവ് എവിടെ നിന്നുണ്ടാകും? ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്നും ആ പ്രായം കുറഞ്ഞ ശക്തനായ ദൈവദാസൻ വീണ്ടും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ വീണ്ടും ഒരു ഉണർവ് കാണുന്നു, അത് സൗത്ത് കൊറിയയിൽ നിന്നും ഒരു ഉണർവ് ഉണ്ടാകാൻ പോകും. സൗത്ത് കൊറിയയിൽ നിന്ന് ഉണർവ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രവചിച്ചു. നാളുകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ദൈവം അവിടെ ശക്തനായ ഒരു ദൈവദാസനെ എഴുന്നേൽപ്പിച്ചു. അത് മറ്റാരുമല്ല, യോങ്കിച്ചോയെ ദൈവം എഴുന്നേൽപ്പിച്ചു. യോങ്കിച്ചോയുടെ സഭയിൽ ലക്ഷങ്ങൾ കൂടുവാനിടയായി. സൗത്ത് കൊറിയയെ പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് പോലും ദൈവദാസനെ വിളിച്ച് അല്ലെങ്കിൽ യോങ്കിച്ചോയെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഒരു മേഖലയിലേക്ക് ദൈവം ആ രാജ്യത്തെ എടുത്ത് ഉയർത്തി. ആ സൗത്ത് കൊറിയയെ ഒരു ക്രിസ്തീയ രാജ്യമാക്കി ദൈവം മാറ്റി. ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ യോങ്കിച്ചോയുടെ സഭയിൽ കൂടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. 2005-ൽ ഇതേ ദൈവദാസന്മാർ വീണ്ടും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്നും ലോകത്തിന്റെ പല ഭാഗത്തിൽ നിന്നും ശക്തന്മാരായ ദൈവദാസന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ 2 പ്രാവശ്യം എഴുന്നേറ്റ അതേ ദൈവദാസൻ വീണ്ടും എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഇന്നുവരെ കണ്ടതിൽ വലിയൊരു ഉണർവ് കാണുന്നു. ഇന്നുവരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉണർവ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ഏറിയ പങ്ക് ജനങ്ങളും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നത് ഞാൻ കണ്ടു. ഏറിയ പങ്ക് ജനങ്ങളും ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ജനമെല്ലാം അതിശയത്തോടെ നോക്കി നിന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. അവിടുത്തെ യൗവനക്കാർ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ അലറി മാറുന്നു, അനേക രോഗങ്ങൾ മാറിപ്പോകുന്നു. കൂട്ടത്തോടെ ജനം മാനസാന്തരപ്പെടുന്നു, കൂട്ട സ്നാനങ്ങൾ നടക്കുന്നു, പാപബോധത്തുള്ള നിലവിളി ഉയരുന്നു. ഇത് കേട്ടപ്പോൾ അവർക്ക് വളരെയധികം എക്സൈറ്റ്മെന്റ് തോന്നി. ഇതെവിടെയാണ് നടക്കുന്നത്? ഈ ഉണർവ് എവിടെയാണ്? വീണ്ടും വിസ്മയത്തോടെ അതിശയത്തോടെ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി, അടുത്തെന്താ പറയാൻ പോകുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ആ വലിയ ഉണർവ് സംഭവിക്കാൻ പോകുന്നത് മറ്റൊരിടത്തുമല്ല, ഇന്ത്യയിൽ ആണ് എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ രാജ്യത്തിൽ ഉണർവ് സംഭവിക്കുമെന്ന് അന്ന് ആ ദൈവദാസൻ പറഞ്ഞു. നമുക്കറിയാം, കാലങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ ശക്തനായി ഉപയോഗിക്കപ്പെട്ട പ്രവാചകനാണ് വാര്യാപുരം യോനാച്ചാൻ. താൻ പറഞ്ഞ ഒരു ദൂത് ഇന്ന് കേരള സഭ ഏറ്റുപാടുന്നു. ഒരു വാൾ പുറപ്പെടും, തെക്ക് നിന്നും ഒരു തീ അതിനെ കത്തിച്ചുകൊണ്ട് മുന്നേറും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പദം പല ആവർത്തി പല ദൈവദാസന്മാരുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. CMA അങ്കിളുടെ വായിൽ നിന്ന് ഞാൻ കേട്ട പദം ഇതാണ്,
മരിയാപുരം യോനാച്ചൻ ഈ പദം ഇങ്ങനെ പറഞ്ഞു: വടക്ക് നിന്നൊരു വാളും തെക്കിൽ നിന്നൊരു തീയും പുറപ്പെടും എന്ന് ദൈവദാസൻ പറയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ വളരെയധികം പീഡയും വേദനയും പ്രയാസങ്ങളുമാണ്. അവിടെ നമ്മൾ കാണുന്നത് ചിന്തകൾക്ക് അതീതമാണ്. പക്ഷെ ഒന്നുറപ്പാണ്, ലോക രാജ്യങ്ങളിലുള്ള ദൈവദാസന്മാർ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പദമാണ്: ഇന്ത്യയിൽ ഉണർവുണ്ടാകും. ലോകം ഇന്ന് വരെ കണ്ടതിനേക്കാൾ ഏറ്റവും വലിയൊരു ഉണർവ്. ചാർട്ടർ വിമാനം പിടിച്ച ആളുകൾ കടന്നു വന്ന് ഈ ഉണർവിൽ പങ്കുചേരും. പല രാജ്യങ്ങളിൽ നിന്നും അവർ ഫ്ലൈറ്റ് യാത്ര ചെയ്ത് ഈ ഉണർവിന്റെ ഭാഗവാക്കുകളായിത്തീരും. നാം ഈ ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. കാരണം ആ ഉണർവിന്റെ മുൻപന്തിൽ നിൽപ്പാൻ ദൈവമേ ഞങ്ങളെ ഒന്ന് ഉപയോഗിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വലിയൊരു ഉണർവിന്റെ മൂവാണ് ഇപ്പോൾ. നമുക്കറിയാം, സഭകളിൽ ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തുന്നതും അവരുടെ സമയങ്ങൾ കഴിഞ്ഞു അൺലിമിറ്റഡ് ആയിട്ട് പല മീറ്റിങ്ങിലും പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ബാംഗ്ലൂരിൽ ഇലക്ട്രോൺ സിറ്റി ഹോപ്പ് ഇൻ ജീസസ് എന്ന സഭയിൽ 14 ദിവസം കഴിഞ്ഞൊരു മീറ്റിംഗ് ആരംഭിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഒരു മൂവ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി യൗവനക്കാർ ആത്മാവിൽ നിറയുന്നുണ്ട്. ഇതിനെല്ലാം വിളിച്ചു പറഞ്ഞ ഒറ്റ കാര്യമാണ്: ഉണർവിന്റെ ആരംഭം കുറിക്കാൻ പോവുക. ഉണർവിന്റെ ആരംഭം ദൈവം എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഉണർവിന്റെ മുന്നോടിയായിട്ടാണ് ഇത് പലതും നമ്മൾ കാണുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. കാരണം വലിയൊരു ഉണർവിനായി കാത്ത് കാലങ്ങൾക്ക് മുമ്പേ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. കാലങ്ങൾക്ക് മുമ്പേ ഈ ഉണർവിന് വേണ്ടി ആഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കാലഘട്ടത്തിൽ ഉണർവ് ശക്തമായി ഇന്ത്യയിൽ ഉണ്ടാകട്ടെ. അന്ന് മുൻനിരയിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. നമ്മളെ മാത്രമല്ല, നമ്മുടെ തലമുറകളെ, നമ്മുടെ സഭയിലെ യൗവനക്കാരെ, നമ്മുടെ പട്ടണത്തിലെ വ്യക്തികളെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 140 കോടിയോളം വരുന്ന ഇന്ത്യയിലെ ജനം, 680 കോടിയിലധികം വരുന്ന ലോകത്തിലെ ജനം, ഞാൻ വീണ്ടും നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഒരു ഉണർവ് സംഭവിക്കുമ്പോൾ ഈ ജനമെല്ലാം ദൈവത്തെ അറിയുവാനിട വരട്ടെ. ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, പല സ്ഥലങ്ങളിലും ഉണർവിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. അന്ന് ആ യൗവനക്കാരനായ പ്രവാചകൻ പ്രവചിച്ചത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉണർവ് ഇന്ത്യയിൽ സംഭവിക്കും. കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. മരിയാപുരം യോനാച്ചൻ പറഞ്ഞതുപോലെ, വടക്കിൽ നിന്നൊരു വാള് പുറപ്പെടുമ്പോൾ തെക്കിൽ നിന്നും ഒരു തീ പുറപ്പെട്ട് വാളിനെ ദഹിപ്പിച്ച് അടക്കി തീ വാഴും. ആ ഉണർവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് ആ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഉണർവ് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാകും. അതിന്റെ മുന്നോടിയാണ് പല സ്ഥലങ്ങളിലും ദൈവാത്മാവിന്റെ ചലനം നമ്മൾ കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ: ഈ ഉണർവിൽ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2:17 ഇങ്ങനെ പറയുന്നു: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അന്ത്യകാലത്ത് സർവ്വജഡത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരും. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉണർവ്. അനേക രോഗികൾ സൗഖ്യമാകും. അനേക ഭൂതമാകുന്ന ഭൂതങ്ങൾ വിട്ടുമാറും. കൂട്ട സ്നാനങ്ങൾ നടക്കും. കൂട്ട മാനസാന്തരങ്ങൾ നടക്കും. കൂട്ട പാവബോധം ഉണ്ടാകും. അതെ, അപരിശുദ്ധാത്മാവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഉണർവിനായി നമുക്ക് കാത്തിരിക്കാം. ആ ഉണർവിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.